അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4 ബുധനാഴ്ച. വയനാട് ദുരന്ത ബാധിത മേഖലകളിലെ ദുരന്ത ബാധിതരുടെ ഉൾപ്പെടെ വൈത്തിരി താലൂക്കിലെ വായ്പകളിന്മേലുള്ള റവന്യൂ റിക്കവറി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കുമെന്നാണ് സർക്കാർ ഉത്തരവ്. റവന്യൂ മന്ത്രി കെ രാജനാണ് സർക്കാർ ഉത്തരവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. വയനാട് ദുരന്ത ബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. മേപ്പാടിയിൽ നിലവിലുള്ള വാടക അപര്യാപ്തമാണെന്നും തുക വർദ്ധിപ്പിക്കുകയും അടിയന്തര സഹായധനം വർദ്ധിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 മുതിർന്നവർക്ക് 300 രൂപ എന്ന തുക വർദ്ധിപ്പിക്കുകയും 1 മാസം എന്നത് 1 വർഷത്തേക്ക് നീട്ടുകയും വേണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിഥി തൊഴിലാളി രജിസ്ട്രേഷനു വേണ്ടി ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യൂണിക് നമ്പർ നൽകും. ഈ നമ്പർ വിവിധ ഏജൻസികൾക്ക് നൽകി വിവരങ്ങൾ ലഭ്യമാക്കും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന് CPI വയനാട് ഘടകം ജില്ലാ സെക്രട്ടറി EJ ബാബു ആരോപിച്ചു. സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ് അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും അജിത് കുമാറിന്റെ പല ഇടപെടലുകളിലും തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന തീരുമാനമെടുത്തുവെന്ന് CPM നേതാവ് AK ബാലൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൌരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാനുള്ള നിർദ്ദേശം DGPക്ക് നൽകിയെന്നും ബാലൻ പറഞ്ഞു. PV അൻവറിന് പിന്തുണയുമായി MLA U പ്രതിഭ. അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്, അതൊരിക്കലും ആഭ്യന്തര വകുപ്പിനെതിരല്ലെന്നും U പ്രതിഭ പറഞ്ഞു. IPS രംഗത്തുള്ള ഉദ്യോഗസ്ഥന്റെ തെറ്റായ പ്രവണതയാണ് PV അൻവർ MLA തുറന്നു കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊച്ചിയിലെ സ്പോർട്സ് കൌൺസിലിന്റെ ഫുട്ബോൾ ഗ്രൌണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്നും രാഹുൽ ആരോപിച്ചു. പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നതോടെ അന്വേഷണവുമായി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. MLA PV അൻവർ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചതോടൊപ്പം സുജിത് ദാസിനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകൾ വിശദമായി പരിശോധിക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന P-ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി 455 സ്ഥലങ്ങളിൽ പരിശോധന. സംസ്ഥാനത്താകെ 37 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 6 പേർ അറസ്റ്റിലായി. നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 28-ന് ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി P പ്രസാദ് യോഗത്തിൽ അറിയിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. അച്ചടക്ക നടപടി നേരിട്ട PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ നേതൃത്വം. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ട CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. തൃശൂർ പൂരം വിവാദത്തിൽ LDFനെതിരെ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ ഉത്തരവാദി LDF ആണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നടൻ പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല.
രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് നിലവിലെ അക്കാദമി വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാറിന് ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിയത്. തിരുവോണനാളിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നഴ്സിംഗ് ഓഫീസർ പ്രിലിമിനറി പരീക്ഷ മാറ്റിവെക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്കും എയിംസ് ഡയറക്ടർക്കും കത്ത് നൽകിയതായും KC വേണുഗോപാൽ അറിയിച്ചു. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി നൽകിയ പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്ത് കോതമംഗലം ഊന്നുകൽ പോലീസ്. നേര്യമംഗലം ഊന്നുകൽ സ്വദേശിയാണ് യുവതി. 2023 വിദേശത്ത് വെച്ചാണ് പീഡനം നടന്നത്. നിവിൻ പോളി പരാതിക്കാരിയുടെ വനിതാ സുഹൃത്ത്, മറ്റു 4 പേർ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ദുബായിലെത്തിയ യുവതിയെ ഒരു വനിതാ സുഹൃത്താണ് നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. കേസിന്റെ അന്വേഷണം SIT ഏറ്റെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പീഡന പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും നടൻ നിവിൻ പോളി. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നതെന്നും തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താസമ്മേളനം വിളിച്ചതെന്നും നിവിൻ പോളി ഇന്നലെ വ്യക്തമാക്കി. തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമെന്നും പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിക്കാരിയായ യുവതി. നിർമ്മാതാവ് AK സുനിലാണ് നിവിനെ തന്നെ പരിചയപ്പെടുത്തിയതെന്നും 3 ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചെന്നും യുവതി പറഞ്ഞു. കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ലഹരി ഉപയോഗിച്ച ശേഷമാണ് നിവിൻ പോളി മർദ്ദിച്ചതെന്നും യുവതി വ്യക്തമാക്കി. യുവനടിയുടെ പരാതിയിൽ നടൻ അലൻസിയറിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്ത പോലീസ്. എറണാകുളം ചെങ്ങമനാട് പോലീസാണ് കേസെടുത്തത്. 2017 ബംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് യുവനടിയുടെ പരാതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി. ഹർജി ഈ മാസം 13 പരിഗണിക്കും. അന്നേ ദിവസം മറുപടി നൽകാനാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടൻ മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിന്റെ ജാമ്യാപേക്ഷ എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായത്. മുകേഷിന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. 18 പേരുടെ വിവരം ഹേമ കമ്മിറ്റിക്ക് കൈമാറി. എന്നാൽ അവർ ആരെയും വിളിച്ചില്ല. ലൈംഗിക ചൂഷണം ഉണ്ടായോ എന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റി ചോദിച്ചത്. മറ്റു പ്രശ്നങ്ങൾ അറിയാൻ അവർക്ക് താൽപര്യമുണ്ടായിരുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. പാപ്പനംകോട് പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ ഓഫീസിലെ തീപിടുത്തത്തിൽ 2 മരണം. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺസുഹൃത്ത് ബിനുവുമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബിനു മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് നിഗമനം. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തവെ കടലിൽ പതിച്ച് ഹെലികോപ്റ്ററിന്റെ പൈലറ്റും കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റുമായ മലയാളിയടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. മാവേലിക്കര കണ്ടിയൂർ പറക്കടവ് നന്ദനം വീട്ടിൽ വിപിൻ ബാബുവാണ് മരിച്ച മലയാളി. ഹരിയാനയിലെ ഫരീദാബാദിൽ പശുക്കടത്തിന് സംശയിച്ച് 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 5 പേർ പിടിയിൽ. 12ാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ മിശ്രയെയാണ് അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ പറ്റിയുള്ള വെബ് സീരീസിനെതിരായ പരാതിയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യയിലെ കണ്ടന്റ് മേധാവി വാർത്താ വിതരണ മന്ത്രാലയത്തിൽ ഹാജരായി. സീരീസിന്റെ ഉള്ളടക്കം പരിശോധിക്കുമെന്നും ഭാവിയിൽ പ്രസിദ്ധീകരിക്കുന്ന കണ്ടന്റുകൾ രാജ്യത്തെ വികാരം പരിഗണിക്കുന്നതാകുമെന്നും നെറ്റ്ഫ്ലിക്സ് അധികൃതർ ഉറപ്പു നൽകിയതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താൽ 5 വർഷം വരെ തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതിക്രമത്തിനിരയാകുന്നവർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ വധശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി. കുറഞ്ഞത് 20 വർഷം തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 28 സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. സീറ്റ് വിഭജനം ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച ചേർന്ന കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന 9 മാവോയിസ്റ്റുകളെ വധിച്ചു. ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിലാണ് സംഭവം. കഴിഞ്ഞ മാസം നാരായൺപൂർ ജില്ലയിൽ 3 വനിതാ മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു. 2026 മാർച്ചിൽ
രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. യുക്രൈനിലെ പോൾട്ടാവയിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ 41 പേർ കൊല്ലപ്പെട്ടു. 180-ലേറെ പേർക്ക് പരിക്കേറ്റു. പോൾട്ടാവയിലെ വിദ്യാഭ്യാസ സ്ഥാപനവും സമീപത്തെ ആശുപത്രിയുമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് അനുമാനം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.